അതേസമയം മുക്കം TVSനെതിരെ നിരന്തരമായ അക്രമങ്ങൾ നടത്തുന്നതിന് പിന്നിൽ അവിടെ നിന്ന് വാഹനം വാങ്ങാത്ത നാല് പേരടങ്ങുന്ന സംഘത്തിൻ്റെ ഗൂഢാലോചനയാണെന്ന് മുക്കം TVS ഉടമ സിദ്ദിഖ് ചേന്നമംഗലൂർ. മുക്കം TVSനെ കഴിഞ്ഞ 2023 ഓഗസ്റ്റ് മുതൽ നിരന്തരമായി സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും ഈ 4 സംഘം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും തന്നെ ഷോറൂമിലെത്തിയ സംഘമാണ് ആക്രമിച്ചതെന്നും സിദ്ദിഖ് ചേന്നമംഗലൂർ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. മുക്കം TVS ഷോറൂമിനെതിരെ നിരന്തരമായ അക്രമങ്ങൾ നടത്തുന്നതിന് പിന്നിൽ അവിടെ നിന്ന് വാഹനം വാങ്ങാത്ത 4 പേരടങ്ങുന്ന സംഘത്തിൻ്റെ ഗൂഢാലോചനയാണെന്ന ആരോപണവുമായാണ് മുക്കം TVS ഷോറൂം ഉടമ സിദ്ദിഖ് ചേന്നമംഗലൂർ മുക്കത്ത് വാർത്താസമ്മേളനം നടത്തിയത്. മുക്കം TVSനെ കഴിഞ്ഞ 2023 ഓഗസ്റ്റ് മുതൽ നിരന്തരമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും അല്ലാതെയും ഈ 4 പേർ അടങ്ങുന്ന സംഘം ആക്രമിക്കുകയാണെന്നും വ്യക്തമായ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ 4 പേരും മുക്കം TVSൽ നിന്നും വാഹനം വാങ്ങിയവരല്ല എന്നും കഴിഞ്ഞ 2.5 വർഷം കൊണ്ട് 4807 ഉപഭോക്താക്കളാണ് കഴിഞ്ഞ ദിവസം വരെ മുക്കം TVSനുള്ളതെന്നും ഇവർ ആരും തന്നെ മുക്കം TVSനെതിരെ ഇതുവരെയായി ഒരു ആരോപണവും ഉയർത്തിയവരല്ലെന്നും TVS ഉടമ സിദ്ദിഖ് ചേന്നമംഗലൂർ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. TVS കമ്പനിക്കെതിരെയും കോഴിക്കോട് AKB മോട്ടോഴ്സിനെതിരെയും കേസ് കൊടുക്കുന്നതിനായി ആവശ്യമായ കമ്പനി രേഖകൾ മുക്കം TVS നൽകാത്തതാണ് ഈ 4 പേരിൽപ്പെട്ട മണാശ്ശേരി സ്വദേശി ലിജേഷ് എന്നയാൾക്ക് പരാതിയെന്നും വെറും 21,000 രൂപ മാത്രം മുടക്കി 1,19,000 രൂപയുടെ വാഹനം അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നും സിദ്ദിഖ് ചേന്നമംഗലൂർ ആരോപിച്ചു. പണമടച്ച അന്ന് തന്നെ വാഹനം നൽകണമെന്ന വാശി കൊണ്ടാണ് 4 പേരിൽപ്പെട്ട കബീർ കാരശ്ശേരി നിരന്തരം ഷോറൂമിനെതിരെ വ്യാജ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ നൽകുന്നതെന്നാണ് മറ്റൊരു ആരോപണം. 1 വർഷം സർവീസ് മുടങ്ങിയിട്ടും 2ാമത്തെ സർവീസ് ചെയ്യണമെന്ന് പറഞ്ഞ ഷബീർ കൊടിയത്തൂർ എന്ന വ്യക്തിയാണ് അൽത്താഫിനൊപ്പം ഷോറൂമിലെത്തി തനിക്കെതിരെ അക്രമം നടത്താൻ നേതൃത്വം നൽകിയതെന്നും സിദ്ദിഖ് ചേന്നമംഗലൂർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. GST ബില്ല് നൽകിയില്ലെന്ന് പറഞ്ഞ അൽത്താഫ് തൻ്റെ സ്വന്തം വീഡിയോയിൽ GST ബില്ല് ഉയർത്തിക്കാണിക്കുന്നത് എങ്ങനെയെന്ന് വ്യക്തമാക്കണമെന്നും അൽത്താഫ് തനിയെയാണ് ഷോറൂമിലേക്ക് എത്തിയതെങ്കിൽ താൻ നൽകിയ പരാതിയെ തുടർന്ന് എന്തിനാണ് 4 പേർ ഒളിവിൽ പോയതെന്നും 3 പേർ KMCT മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായത് എന്തിനാണെന്നും സിദ്ദിഖ് ചേന്നമംഗലൂർ ചോദിച്ചു. ഹൃദ്രോഗിയായ തൻ്റെ കൈയിൻ്റെ എല്ലും കണ്ണ് താഴെയുള്ള എല്ലും പൊട്ടിയതും ഇടതുകാലിന് ചതവും പറ്റിയതും എങ്ങനെയാണെന്ന് ആക്രമിച്ചർ വ്യക്തമാക്കണമെന്നും സിദ്ദിഖ് ചേന്നമംഗലൂർ ആവശ്യപ്പെട്ടു. അപ്പോൾ ഈ കബീർ ആൻഡ് ഈ വ്യക്തിയും ഈ മാവൂരുകാരനും ഈ ലിജേഷും 4 പേരും അങ്ങ് ചേർന്നു. ഈ അങ്ങ് ചേർന്നതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഒരു സ്ഥാപനത്തെ, ഒരു സംരംഭത്തെ ഇത്രയും മാരകമായിട്ട് തകർക്കാനുള്ള ശ്രമങ്ങൾ സോഷ്യൽ മീഡിയ വഴി അല്ലാതെയും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ട് വന്നിരിക്കുന്ന അൽത്താഫ് ഞാൻ തമ്മിലുള്ള പ്രശ്നം. ഈ അൽത്താഫ് എന്ന് പറഞ്ഞ വ്യക്തിയും ഞങ്ങൾ അറിയില്ല. അദ്ദേഹം വണ്ടി എടുത്തത് മലപ്പുറം ജില്ലയിലെ ഒരു ഷോറൂമിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ GST ബില്ല് തന്നിട്ടില്ല എന്നാണ് നിങ്ങളുടെ മുമ്പിലൊക്കെ പറഞ്ഞിരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ 2ാമത്തെ വീഡിയോയിൽ 40ാമത്തെ സെക്കൻഡിൽ അദ്ദേഹം ഒരു GST ബില്ല് ഇങ്ങനെ ഉയർത്തി കാണിക്കുന്നുണ്ട്. നോക്കൂ മിസ്റ്റർ, ഞാൻ നിങ്ങളുടെ കസ്റ്റമർ അല്ലേ, ഇതാ GST ബില്ല് എന്ന് പറഞ്ഞിട്ട് അതിൽ കൃത്യമായിട്ട് ക്യാഷ് റിസീവ്ഡ് എന്ന് ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഈ 5 പേരും തർക്കിച്ചു കൊണ്ടിരുന്നിട്ട് നേരെ ക്യാബിനിലേക്ക് കയറി വന്നതാണ്. അവിടെ വെച്ച് ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ നാവിൽ നിന്ന് ഉച്ചരിച്ചൊരു വേർഡ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിവില്ലായ്മ കൊണ്ടാണെന്ന് മാത്രം. അതിനാണ് അദ്ദേഹം കയറിയടിച്ചത്. എന്നിട്ട് ഇപ്പോഴും പൊതുസമൂഹത്തിന് മുമ്പിൽ പറയുന്നു ഞാൻ ഒറ്റക്കാ വന്നത്. സമൂഹത്തിൽ ഇത്തരം അക്രമങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അക്രമികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നാൽ മാത്രമേ കേരളത്തിലെ തൊഴിലിടങ്ങൾ സുരക്ഷിതമാവൂവെന്നും TVS ഷോറൂം ഉടമ സിദ്ദിഖ് ചേന്നമംഗലൂർ പറഞ്ഞു. മുക്കത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ സിദ്ദിഖ് ചേന്നമംഗലൂരിനൊപ്പം TVS ഷോറൂം സ്റ്റാഫുകളായ ചിഞ്ചു ജോസഫ്, ഷക്കീൽ തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.